കാരണം വെളിയങ്കോട് പഞ്ചായത്തിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിനാണ് അന്ന് എന്നെ ജയിപ്പിച്ചതില്ല. ഈ ബ്ലോക്ക് പഞ്ചായത്തില് കഴിഞ്ഞ ബ്ലോക്ക് പഞ്ചായത്തിൽ ഒരു മെമ്പർ ഉണ്ടായിരുന്നു. ആ മെമ്പർ എന്താണ് ആരാണെന്ന് പോലും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അറിഞ്ഞിട്ടില്ല. ഒരുപാട് കാര്യങ്ങൾ ആ മെമ്പറെ സംബന്ധിച്ചോളം ചെയ്യാനുണ്ട്. പക്ഷെ ഒരു കാര്യവും ഞാൻ മെമ്പറുടെ പേര് പറയുന്നില്ല. പക്ഷെ നിങ്ങൾക്കറിയാം, ഏതെങ്കിലും നമ്മുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള റോഡിന്റെ 10 വാർഡില് ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു റോഡോ ഏതെങ്കിലും ഒരു വികസന പ്രവർത്തനമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ അവര് പൊതുയോഗം കെട്ടി പറയട്ടെ കേരളീയൻ പറഞ്ഞത് തെറ്റാണെന്ന് ഏതെങ്കിലും ഒരു കാര്യം ചൂണ്ടിക്കാണിക്കാൻ ആ മെമ്പർക്ക് സാധിക്കില്ല. കരിമ്പല് ഭാഗത്തുള്ള 2.5 കൊല്ലമായിട്ട് നിൽക്കുന്ന ഒരു ഹൈമാക്സുകളൊക്കെ ഈ ഭാഗത്ത് നിൽക്കുന്ന സഹോദരിമാരും അവിടുത്തെ ആൾക്കാരും എന്നോട് ആദ്യമായിട്ട് ആവശ്യപ്പെട്ടത്, ഇവിടെ ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഈ ലൈറ്റ് ഒന്ന് കത്തിക്കണം എന്നുള്ള. 2.5 കൊല്ലം വേണം സുഹൃത്തുക്കളെ ഒരു ലൈറ്റ് ഒന്ന് കത്തിക്കുന്നതിന് വേണ്ടിയിട്ട്. ആ ലൈറ്റ് പോലും കത്തിക്കാൻ സാധിക്കാത്ത ഒരു ഇടതുപക്ഷ മുന്നണിയുടെ മെമ്പറായിരുന്നു കഴിഞ്ഞ 5 കൊല്ലം നമ്മളെ നയിച്ചിരുന്നത്. ആ തരത്തിലേക്ക് നമ്മുടെ നാട് മാറരുത്. ഇതിനു മുമ്പ് പഞ്ചായത്ത് പ്രസിഡന്റായ എന്റെ സുഹൃത്ത് ബീരാൻകുട്ടി, ആ പ്രദേശം നിങ്ങൾ പോയി കാണണം. ഈ തുരുത്തമ്പൽ എന്ന് പറഞ്ഞ പ്രദേശം കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് ഒരു വഴി നടക്കാൻ ഒരു തോടുകളും കൈത്തോടുകളൊക്കെ ഉണ്ടായിരുന്ന സ്ഥലത്ത് വഴി നടക്കാൻ പോലും സാധ്യതയില്ലാത്ത ആ പ്രദേശം മാറി. ഞങ്ങൾ എന്തിനാ വേറെ സ്ഥലത്തേക്ക് പോണ? ഉദാഹരണം കാണിക്കാൻ ഞങ്ങൾക്ക് വേറെ ഒരു നാട് ചൂണ്ടിക്കാണിക്കേണ്ടതല്ല, നമ്മുടെ തുരുത്തമ്മൽ ആ ഭാഗത്തേക്ക് പോകണം. അങ്ങനെയുള്ള ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടന്ന പ്രദേശമാണ്. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ മെമ്പർമാരെ ഫൗസിയായിരുന്നാലും ഇവിടെ ഇരിക്കുന്ന എല്ലാ മെമ്പർമാരും അതിനൊക്കെ കഴിവുള്ളവരാണ്. അവരൊക്കെ തന്നെ വിജയിച്ച് വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു സംശയം വേണ്ട, നിങ്ങളോടൊപ്പം ഏത് നിമിഷവും നിങ്ങളുടെ ഓരോ കാര്യത്തിലും ഞങ്ങൾ ഉണ്ടാവും എന്ന് മാത്രമേ ഈ സമയത്ത് നിങ്ങളോട് പറയാനുള്ളൂ.